എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാം. സുഹൃത്തുക്കളില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? വളരെ റയറായിട്ട് മാത്രമാണ് സുഹൃത്തുക്കളില്ലാത്ത ആൾക്കാരുണ്ടാവുള്ളൂ. ഒരു സുഹൃത്തെങ്കിലും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നാണ് പറയാറുള്ളത്. അത് അവനവൻ്റെ ലെവൽ വെച്ചിട്ട് ഓരോ തരത്തിലുള്ള സുഹൃത്തുക്കളാവും പലർക്കും ഉണ്ടാവുന്നത്. നമ്മൾ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതുപോലത്തെ സുഹൃത്തുക്കളായിരിക്കും നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണെന്ന് തോന്നുമ്പോൾ അങ്ങനെ ഒക്കെയാണ് നമ്മൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാറുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് സുഹൃത്തായിട്ട് വരുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. നമ്മുടെ നല്ല കാലത്തും നമ്മുടെ മോശം അവസ്ഥയിലൊക്കെ കൂടെ നിൽക്കാൻ തയ്യാറുള്ള ആൾക്കാരായിരിക്കും നമ്മൾ യഥാർത്ഥ സുഹൃത്തുക്കൾ. അല്ലാതെ നമുക്കൊരു നല്ല അവസ്ഥ വരുമ്പോൾ കൂടെ നിന്നിട്ട് നമുക്കൊരു മോശം വരുമ്പോൾ നമ്മളെ ഇട്ട് പോകുന്ന ആൾക്കാരായിരിക്കില്ല. നമ്മുടെ ഏത് കഷ്ടതയിലാണെങ്കിലും നമ്മൾ ഒപ്പം ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടിയിട്ട് സഹായിക്കാനും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ തയ്യാറുള്ള ആൾക്കാരായിരിക്കും യഥാർത്ഥ സുഹൃത്തുക്കൾ. ഒരു സുഹൃത്ത് ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കില്ല. നമ്മുടെ കുറ്റങ്ങളെ മറ്റുള്ളവരോട് പറയില്ല. നമ്മളിൽ പല നല്ലതും ചെയ്തതായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഇതൊന്നും അവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യില്ല. നമ്മളെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരോട് സംസാരിക്കില്ല. അതാണ് സുഹൃത്ത് ബന്ധത്തിലെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ആയിരിക്കണം സുഹൃത്തുക്കൾ കേട്ടോ. എന്തെങ്കിലും രഹസ്യമായ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാതെ ഇരിക്കുന്നതൊക്കെയാണ് നല്ലൊരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ലക്ഷണം. അല്ലാതെ നമ്മളെന്തെങ്കിലും ഒരു രഹസ്യമായ കാര്യം പറഞ്ഞ് അത് നാലാളുടെ ചെവിയിൽ കൊടുക്കുന്ന ആൾക്കാരെ ഒരിക്കലും സുഹൃത്തുക്കളാക്കാൻ നിൽക്കരുത്. അവർ നമ്മുടെ തകർച്ച മാത്രമായിരിക്കും ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മളുടെ എല്ലാ രഹസ്യങ്ങളും അവർ ചോർത്തി മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ സുഹൃത്ത് ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരിക്കലും നല്ലൊരു സുഹൃത്ത് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മറ്റൊരാളോടും പറയില്ല. ഇനി പിണങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അവർ കുറ്റപ്പെടുത്തി സംസാരിക്കാനോ അല്ലെങ്കിൽ അത് മറ്റുള്ളവരോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പറയാനോ അവർ നിൽക്കില്ല. അതാണ് യഥാർത്ഥ സുഹൃത്ത്. നമ്മുടെ സുഹൃത്ത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര തന്നെ ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല അവരെ ആ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ അതിലുള്ള നഷ്ടങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും നമുക്കതൊരു പ്രശ്നമായിട്ടേ തോന്നില്ല. എത്ര അങ്ങേയറ്റം വരെ പോയിട്ടായാലും വേണ്ടില്ല അവരെ അതൊന്ന് രക്ഷിച്ചെടുക്കുക എന്ന് മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം. അതാണ് യഥാർത്ഥ സുഹൃത്ത് ബന്ധം, യഥാർത്ഥ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആയിരിക്കണം എല്ലാവരും. ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വരുമ്പോൾ അവരെ അവിടെ ഇട്ട് പോരുന്നതല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ മഹിമ. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ അതിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു ആർജവം കാണിക്കുന്നത് തന്നെയാണ് അവരോടുള്ള സ്നേഹം. അപ്പോൾ ഫ്രണ്ട്ഷിപ്പൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്. യഥാർത്ഥത്തിലുള്ളൊരു സുഹൃത്താണെങ്കിൽ തെറ്റ് ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു മനസ്സുണ്ടാകും. അവർ പുകഴ്ത്തി പറയുക മാത്രമല്ല, അവർ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടാവും. അല്ലാതെ നമ്മൾ അവർ വല്ലതും ചെയ്യുമ്പോൾ നമ്മൾ നീ പുലിയാടാ, നീ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, നിന്നെക്കൊണ്ട് അതിനൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവരെ പുകഴ്ത്തുന്നതിനോടൊപ്പം തന്നെ അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അല്ലാതെ അവർ ചെയ്യുന്നതിനെ പുകഴ്ത്തി മാത്രം പറഞ്ഞ് അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ആളാക്കി കൊണ്ട് നടക്കുന്നതിന് പകരം അവർ ചെയ്യുന്ന തെറ്റുകളും കൂടെ ചൂണ്ടിക്കാണിച്ച് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടാവും യഥാർത്ഥ സുഹൃത്തുക്കൾക്ക്. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പല കാര്യങ്ങളിലും അവർ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ അത് തെറ്റാണ്, നീ അങ്ങോട്ട് പോവല്ലേ അല്ലെങ്കിൽ നീ അത് ചെയ്യല്ലേ, അത് ചെയ്താൽ ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ അതുകൊണ്ട് വരും എന്നൊന്നും പറഞ്ഞ് ചിലരൊന്നും പിന്തിരിപ്പിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിൽ ചെന്ന് പെട്ട് കഴിയുമ്പോൾ പറയും നിന്നോട് ആരും അങ്ങോട്ട് പോകാൻ പറഞ്ഞു, നീ അത് ചെയ്തിട്ടല്ലേ അല്ലെങ്കിൽ നീ അതിലേക്ക് എടുത്ത് ചാടിയിട്ടല്ലേ, നിന്നോട് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരല്ല യഥാർത്ഥ സുഹൃത്തുക്കൾ. അത് എപ്പോഴും എല്ലാവരും മനസ്സിലാക്കുക കേട്ടോ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവരോട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയല്ല, നീ അതിന് പോവണ്ട, നീ അതിന് മാറി നിൽക്കേ, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എടുത്ത് ചാടണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉപദേശിക്കുന്ന ആൾക്കാർ തന്നെയാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അല്ലാതെ നമ്മളെ ഒരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ട് ചാടിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഒരു സുഹൃത്തായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അത്തരം സുഹൃത്ത് ബന്ധങ്ങളൊന്നും നിലനിർത്തി കൊണ്ടുപോകാനും പാടില്ല. കാരണം സുഹൃത്ത് ആവുമ്പോൾ നമ്മുടെ എല്ലാം
കഴിവുകളും കഴിവുകേടുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണെങ്കിൽ ശരിയെന്ന് പറയാനും തെറ്റാകുമ്പോൾ തെറ്റെന്ന് പറയാനുള്ള ഒരു മനസ്സ് അവർ കാണിക്കും. ജോലിയോ ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സുഹൃത്തിനോട് ഷെയർ ചെയ്യും. ഞാനിങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്, നിൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ പലരും ചോദിക്കും. ചിലരുടെ ഉള്ളിൽ അത് മോശമാണെന്ന് വിചാരിച്ചാലും അവർ അത് തുറന്ന് പറയില്ല. അവനതിൽ കാശ് മുടക്കട്ടെ, എന്നിട്ട് പിന്നീട് കാണാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അത്തരം ആൾക്കാർ അതിൻ്റെ ഗുണവും ദോഷമൊക്കെ പറഞ്ഞ് പരസ്പരം സംസാരിച്ച് അതിൻ്റെ അപാകതകളും ന്യൂനതകളൊക്കെ പരിഹരിച്ചിട്ടൊക്കെ മുന്നോട്ട് പോകാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുള്ള ആൾക്കാരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. അപ്പോൾ അങ്ങനെയുള്ളവരെ മാത്രമാണ് സുഹൃത്തായിട്ട് കൂടെ നിർത്താൻ പാടുള്ളൂ. അല്ലാത്തവരൊക്കെ നമ്മൾ അകറ്റി നിർത്തുക തന്നെ വേണം. സുഹൃത്ത് ബന്ധങ്ങൾ പല തരത്തിലുണ്ട്. പലരും പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടും ഇഷ്ടപ്പെട്ടിട്ടൊക്കെ വരുന്ന പല സുഹൃത്തുക്കളുണ്ടായിരിക്കും. എൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കുറേ നേട്ടങ്ങളുണ്ട്. അങ്ങനെയൊക്കെ കണ്ടുവരുന്ന ആൾക്കാരല്ല യഥാർത്ഥത്തിലുള്ള സുഹൃത്തുക്കൾ. അവരൊക്കെ ആ താൽക്കാലിക പർട്ടിക്കുലർ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. അത് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ വിട്ടു പോകാനും സാധ്യതയുണ്ട്. അവർ വിചാരിക്കുന്ന ആ കാര്യങ്ങൾ നേടിക്കഴിയുമ്പോൾ നമ്മളെ വിട്ടു പോകാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പൊക്കെ ആകുമ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ ആവണം ഫ്രണ്ടായിട്ട് നിലനിർത്തി കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ചില കാര്യങ്ങളെ കണ്ടിട്ട് വരുന്ന ആൾക്കാർ അവർ ആ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ അവർ വിട്ടുപോകും. അപ്പോൾ അതൊക്കെ എപ്പോഴും മനസ്സിലാക്കുക. ചിലർക്കൊക്കെ സാമ്പത്തികം ഉണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് അടിച്ചു മാറ്റാം, അല്ലെങ്കിൽ അവനെ കുറച്ച് നാൾ അവൻ്റെ കൂടെ ഇങ്ങനെ സ്നേഹം ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്ന് ആ നേട്ടം ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ വിചാരിച്ച് വരുന്ന സുഹൃത്തുക്കളും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അവരുടെ സംസാരത്തിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ബിഹേവിയർ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പലരെയും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് പല അബദ്ധങ്ങളും പറ്റിപ്പോകുന്നത്. പല സുഹൃത്തുക്കളുടെ പല കൂട്ടുകെട്ടുകളിലും പെട്ടിട്ടാണല്ലോ എല്ലാവരും മോശക്കാരായിട്ടും ചില കൂട്ടുകെട്ടിലൂടെ നല്ലവരായി മാറുന്ന ആൾക്കാരുണ്ട്. അത് ഇതുപോലെ നല്ല ഉപദേശങ്ങൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ നല്ല വഴിയിലൂടെ നടക്കാൻ പ്രേരിപ്പിക്കുന്ന ആൾക്കാരായിട്ട് കൂട്ടുകൂടുമ്പോഴാണ്. അപ്പോൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. എല്ലാവരും നമുക്ക് ആപ്റ്റായ ആൾക്കാരാവില്ല. നമ്മളുടെ നന്മ പ്രതീക്ഷിക്കുന്ന ആവണം നമ്മളോടൊപ്പം ചേർന്ന് പോവേണ്ടത്. സുഹൃത്ത് പറഞ്ഞാൽ നമ്മുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ എന്താണ് എന്നുള്ളത് അവർക്കാണ് കൃത്യമായിട്ട് പറയാൻ സാധിക്കുക. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുള്ളത് അവരോട് മാത്രമായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും, ഓരോരുത്തരും എന്താണ് എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും അത് നമ്മളെ പറഞ്ഞ് തിരുത്താൻ സുഹൃത്ത് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അത് സീരിയസ് ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും അവരോട് വെറുപ്പും ദേഷ്യമൊക്കെയാണ് വരാറുള്ളത്. പക്ഷെ ഒരു സുഹൃത്ത് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അവരോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ പറഞ്ഞത് നമ്മൾ ഉൾക്കൊള്ളാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. നമ്മൾ കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ കുട്ടികളോടൊക്കെയാണ്. സുഹൃത്തുക്കളാണ് അവരോട് സംസാരിക്കുന്നത്, അവർ കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നും. രക്ഷിതാക്കളൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ദേഷ്യം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി കോപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത് സുഹൃത്തുക്കളുമായിട്ടായിരിക്കും. വീട്ടുകാരെക്കാളും കുറച്ചും കൂടെ അവർക്ക് ഒരു കംഫർട്ട് തോന്നുന്നത് സുഹൃത്തുക്കളുടെ അടുത്ത് തന്നെയായിരിക്കും. അപ്പോൾ അത് ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ വാല്യൂ കൊണ്ടാണ്. രക്ഷിതാക്കളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരോട് താല്പര്യമില്ലാഞ്ഞിട്ടോ ഒന്നും അല്ല. പക്ഷെ അവർക്ക് കംഫർട്ട് തോന്നുന്നത് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അവരൊക്കെ പല കാര്യങ്ങളും ചില രക്ഷിതാക്കളൊക്കെ കാണാം അവരുടെ കൂട്ടുകാരെ തന്നെ ഏൽപ്പിക്കും, നീ അവനോടത് പറയട്ടോ, ഞാൻ പറഞ്ഞാൽ അവൻ ദേഷ്യപ്പെടും, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെയുള്ളൊരു സൈക്കോളജി പരമായിട്ടുള്ള കാര്യം കൊണ്ടാണ്. ചിലർക്ക് ചിലരോട് ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ട് തോന്നും, അതുകൊണ്ട് മാത്രമാണ്. സുഹൃത്തായിരിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായിരിക്കണം, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാവണം. ഇങ്ങനെയൊക്കെയാണ് സുഹൃത്ത് ബന്ധങ്ങളിൽ നിലനിന്ന് പോകാൻ ഏറ്റവും വേണ്ട കാര്യങ്ങൾ. അല്ലാതെ നമ്മളെ ഒന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മളുടെ നേട്ടങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കാനൊന്നും കഴിയാത്ത സുഹൃത്തുക്കൾ ഒരിക്കലും നമ്മളുടെ യഥാർത്ഥ സുഹൃത്തുക്കളല്ല എന്ന് മനസ്സിലാക്കുക. ചിലർക്കാണ് ചില നേട്ടങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അസൂയ തോന്നും. എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാമല്ലോ ചിലർ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ആ സന്തോഷം പങ്കുവയ്ക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ ആ മനസ്സറിഞ്ഞിട്ടുള്ള സ്നേഹം അവരോട് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരം സുഹൃത്തുക്കളാണ്
നമ്മളോട് എപ്പോഴും ചേർന്ന് നിൽക്കേണ്ടത്. അല്ലാതെ നമ്മുടെ നേട്ടം കാണുമ്പോൾ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിന് പാര വയ്ക്കുന്ന ആൾക്കാരോ ആയിരിക്കരുത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എപ്പോഴും ഒരു നല്ല സുഹൃത്ത് ഉണ്ടായിരിക്കുന്ന ആളാണ് മനസ്സമാധാനം അയാൾക്ക് കുറച്ച് കൂടുതലായിരിക്കും. കാരണം എന്തും ഷെയർ ചെയ്യാനുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതിരുന്നാൽ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും മൂടി വെച്ച്, അല്ലെങ്കിൽ നമുക്കത് പുറത്ത് പറയാൻ പറ്റാതെ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ ഇട്ട് കൊണ്ട് നടന്നിട്ട് ആകെ ടെൻഷനായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ അങ്ങനെയാണ്, ഫ്രണ്ട്ഷിപ്പും ഇല്ലാതെ അല്ലെങ്കിൽ മറ്റൊരാളോടും തുറന്ന് സംസാരിക്കാനുള്ള ഒരു പ്രയാസമൊക്കെ കാരണം കൊണ്ട് പല പ്രശ്നങ്ങളെയും സ്വയം ഉള്ളിൽ ഒതുക്കിയിട്ട് ആകെ ഗ്ലൂമി ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും ഒരു നല്ല സുഹൃത്ത് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ലൈഫിന് നേട്ടം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.